ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരണമേ വിഷമെവിടെ, പാതാളമേ ജയമെവിടെ? മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരി ജയിച്ചവനായി. മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരി ജയിച്ചവനായി. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ ജീവനാഥനെ തേടുകയോ? നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 19-ാം വാക്യം. ഏറ്റവും പ്രിയപുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഏറ്റവും പ്രിയപുരുഷ, മൈ മോസ്റ്റ് ബെലവഡ്, എൻ്റെ ഏറ്റവും പ്രിയ പുരുഷനെ, മോസ്റ്റ് ബെലവഡ്. നിത്യനായ ദൈവം പ്രിയനായി കണ്ട രണ്ട് സന്ദർഭങ്ങളാണ് നാം തിരുവചനത്തിൽ കാണുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തിരുവവതാരം ചെയ്ത് 30-ാമത്തെ വയസ്സിൽ യോർദാനാറ്റിൽ യോഹന്നാൻ സ്നാപകൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ, അപ്പോഴാണ്
സ്വർഗത്തിൻ്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വീണ്ടും താബോർ മലയിൽ മർവ മലയിൽ കർത്താവായ യേശുക്രിസ്തു മോശയും ഏലിയാവും ചേർന്ന് സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പത്രോസും യോഹന്നാനും യാക്കോബും കൂടെ ഉണ്ടായിരുന്നു. അവർ കേൾക്കെ സ്വർഗത്തിൻ്റെ സാക്ഷ്യം മുഴങ്ങി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ചെവി കൊടുപ്പീൻ. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് മൈ ബെലവഡ് എന്ന് നിത്യനായ ദൈവം അരുളി ചെയ്തത്. എന്നാൽ ആ ഒരു വലിയ അതിശയകരമായ സ്നേഹം, എൻ്റെ പ്രിയൻ എന്ന് പറയത്തക്കമുള്ളതായ സ്നേഹം ലഭിച്ച ഒരു വ്യക്തിയാകെ മനുഷ്യരിൽ ഉള്ളത് ദാനിയേലാണ്. ഇവൻ എൻ്റെ പ്രിയപുരുഷൻ, ഏറ്റവും പ്രിയപുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു, നിത്യനായ ദൈവത്തിൻ്റെ പ്രിയപുരുഷനായി തീരുന്നത് വലിയ പദവിയാണ് എന്ന്. ദൈവത്തിൻ്റെ പ്രിയപുരുഷനായി തീരുക, ദൈവത്തിൻ്റെ മോസ്റ്റ് ബെലവഡായി തീരുക, ഇത് ഒരു സ്വപ്നമായി നാം കാണരുത്. ഇത് വെറും ഒരു ആശയായി നാം കാണരുത്. ഇത് നാം വിശ്വസിക്കണം. ഞാൻ കർത്താവേ, നിൻ്റെ പ്രിയപുരുഷനായി ഞാൻ നിൽക്കും, നിനക്ക് ഏറ്റവും പ്രിയപുരുഷനായി ഞാൻ നിൽക്കും, നിൻ്റെ ഹിതമൊക്കെയും നിവർത്തിച്ച് ഞാൻ നിൽക്കും. ദാവീദിന് കിട്ടിയതുപോലെ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ളതായ ആ ഒരു വലിയ പദവി, അബ്രഹാമിന് കിട്ടിയതുപോലെ എൻ്റെ സ്നേഹിതനായ അബ്രഹാം എന്ന് പറയുന്ന പദവി, മോശയ്ക്ക് കിട്ടിയതുപോലെ ഏറ്റവും വിശ്വസ്ത പുരുഷൻ, ഏറ്റവും സൗമ്യതയുള്ളവെന്നുള്ളതായ പദവി, നോഹയ്ക്ക് കിട്ടിയതുപോലെ ഈ തലമുറയിൽ നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്നതായ പദവി, എല്ലാം ദൈവം കൊടുക്കുന്ന പദവികളല്ലേ. നഥനയേലിന് കിട്ടിയതുപോലെ ഇതാ സാക്ഷാൽ ഇസ്രായേലിനിൽ കപടമില്ല എന്ന് പറയുന്നതായ പദവി, കർത്താവേ, ദാനിയേലിന് കിട്ടിയതുപോലെ ഏറ്റവും പ്രിയപുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറയും ദൈവിക ശബ്ദത്തിൻ്റെ അത്ഭുതകരമായ പദവി. ഇത് എനിക്ക് വേണം കർത്താവേ, ഈ തലമുറയിൽ ജീവിക്കുന്ന എനിക്ക് വേണം. ഈ ഭൂമിയിൽ നീ ഞാൻ കടന്നു പോകുന്നതിന് മുൻപ് രഹസ്യങ്ങൾ കാണുന്ന ദൈവത്തിന് മുൻപിൽ എനിക്ക് ഈ പദവി വേണം. നിത്യനായ ദൈവം എന്നെ നോക്കി പ്രിയപുരുഷ എന്ന് വിളിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ മനോഭാവത്തിന് അനുയോജ്യമായൊരു ജീവിതം ഞാൻ നയിക്കും. ഇതാണ് വാസ്തവത്തിൽ സമർപ്പണം എന്ന് പറയുന്നത്. ഞാൻ മദ്യപാനം ചെയ്യില്ല, ശരിയാണ്, നല്ല സമർപ്പണമാണ്. ഞാൻ ഇനി വഴക്കടിക്കില്ല, നല്ല സമർപ്പണമാണ്. ഞാൻ ഇനി കമ്പ്യൂട്ടറിൽ പോയി ഇൻ്റർനെറ്റിൽ കയറി വൃത്തികെട്ട പടങ്ങൾ കാണുകയില്ല, വളരെ നല്ലത്. ഞാൻ ഇനി ഹോസ്റ്റലിൽ ശല്യം ഉണ്ടാക്കുകയോ കോളേജിൽ റാഗ് ചെയ്യുകയോ ചെയ്യുകയില്ല, തീർച്ചയായിട്ടും നല്ലത്. ഞാൻ ഇനി ചീത്ത കൂട്ടുകെട്ടിൽ പോയി രാഷ്ട്രീയം കളിച്ച് ഞാൻ എൻ്റെ പഠിത്തം ഉഴപ്പുകയില്ല, മക്കളെ, നല്ലത്, അങ്ങനെ വേണം. ഞാൻ ഇനി ഭാര്യയോട് കലമ്പിക്കുകയില്ല, ഭർത്താവിനോട് ഞാൻ വഴക്കടിക്കുകയില്ല, നല്ലതാണ്. ഇതെല്ലാം വേണം താനും. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് അതീതമായി മറ്റൊരു സമർപ്പണമാണ്. ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രിയപുരുഷനായി ഞാൻ നിൽക്കും, ദൈവത്തിൻ്റെ പ്രിയപുരുഷനായി ഞാൻ നിൽക്കും. നാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ്, ആഴങ്ങളിലേക്ക് നീങ്ങുകയാണ്. വലിയൊരു ഭാഗ്യമാണത്. മറ്റാദ്യം പറഞ്ഞ സമർപ്പണങ്ങളെല്ലാം, ആ തീരുമാനങ്ങളെല്ലാം തീർച്ചയായിട്ടും വേണം, നമുക്ക് എല്ലാവർക്കും വേണം. എന്നാൽ അവിടം കൊണ്ട് നിർത്തരുത്. ആത്മീയ ജീവിതം ചില കാര്യങ്ങളിലുള്ളതായ ഒരു പൊത്തുരുത്ത് തീരുമാനം കൊണ്ട് നിർത്തരുത്. അഗാധതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ളതായ ആത്മീയ ജീവിതത്തിൻ്റെ ശോഭനമായ അനുഭൂതികൾ നാം കരസ്ഥമാക്കിയെടുക്കണം. അത് വേണമെങ്കിൽ നമുക്ക് സാധിക്കും. കർത്താവേ, ഈ ഭൂമിയിൽ എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരന്, എന്നെപ്പോലുള്ള ഒരു പാവപ്പെട്ടവൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവന് അങ്ങനെ ഒരു കാര്യം സാധിക്കുമെങ്കിൽ അതെനിക്ക് തരണം. ഇതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പ്രിയപുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഈ ദൈവം ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലിനെ കാണാൻ എന്താണ് കാരണം? നാം തിരുവചനം വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം,
രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം അവിടെ പറയുകയാണ്, യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. വലിയൊരു തീരുമാനമാണത്. യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് തീരുമാനിച്ചു. ദാനിയേൽ വേറെ ഒരു 3 ബാലന്മാരെന്ന് വെച്ചാൽ വെറും ബാലന്മാരല്ല, നവതരുണന്മാർ, യൗവനത്തിലേക്ക് കാലൂന്നിയ ചെറുപ്പക്കാർ 4 പേര്. ഈ 4 പേരും അവർ യഹൂദ്യ നാട്ടിൽ പാർത്തവരും അവിടെ ജനിച്ചവരും അവിടെ വളർന്നവരുമാണ്. ഈ 4 പേരും അവർ 4 പേരും ബാബിലോണിയയിലേക്ക് കൊണ്ടുവന്നവരാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അക്കാര്യം പറഞ്ഞു. ബാബിലോണിയയിലേക്ക് അവരെ കൊണ്ടുവന്നു. അവർ മാത്രമല്ല, അവരോട് കൂടെയുള്ള അനേകം പേര് യഹൂദന്മാർ വലിയ യാതന സഹിക്കേണ്ടി വന്നു. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്ന് യഹൂദന്മാർ പറയത്തക്കവണ്ണം വലിയ യാതനയിലും ദുരിതത്തിലുമായിരുന്നു അവർ. എന്നാൽ ജീവനുള്ള ദൈവം അവരുടെ പിതാക്കന്മാരോട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു യെരമ്യാ പ്രവാചകൻ്റെ വാക്കുകളിൽ കൂടെ. നിങ്ങൾ വചനം അനുസരിച്ച് വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിമകളായി നിങ്ങൾ ബാബേലിലേക്ക് പോകേണ്ടി വരും എന്ന് ദൈവം തൻ്റെ പ്രവാചകനെ കൊണ്ട് ജനത്തിന് അറിയിപ്പ് കൊടുത്തിരുന്നു. ബാബേൽ പ്രവാസത്തിലേക്ക് അഥവാ ബാബിലോണിയയിലെ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുൻപ് എത്രയോ വർഷങ്ങൾ ദൈവം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ദൈവത്തിൻ്റെ പ്രവാചകൻ ഓടി കിടന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. യെരമ്യാവ് കരയുന്ന പ്രവാചകനായിരുന്നു, ദ ലെമൻറ്റിംഗ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകൻ. കരയാനുള്ള വിഷയം എന്താണ്? ജനത്തിൽ വരുന്ന നാശം യെരമ്യാവ് കണ്ടു. ബാബേൽ പ്രവാസം ആയിട്ടില്ല, ബാബിലോണിയയിലേക്ക് അവരെ കൊണ്ടുപോയില്ല. പക്ഷേ അതിനു മുൻപ് തന്നെ യെരമ്യാവ് അത് വ്യക്തമായിട്ട് കണ്ടു. ദൈവം അത് കാണിച്ചു കൊടുത്തു. ദൈവം വചനം കൊടുത്തു. വരാൻ പോകുന്നു, വലിയ നാശം വരാൻ പോകുന്നു, വലിയ അനർത്ഥം വരാൻ പോകുന്നു. അങ്ങ് വിദേശത്തു നിന്ന് ബാബിലോണിയൻ ചക്രവർത്തി വന്ന് നിങ്ങളെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്യും. നിങ്ങളുടെ ദേശം ശൂന്യമായി തീരും. നിങ്ങളുടെ ദേവാലയം അവൻ നശിപ്പിച്ച് ഇടിച്ചു പൊളിച്ച് നിരത്തിക്കളയും. നിങ്ങളുടെ ആരാധന മുടങ്ങിപ്പോകും. വലിയ നാശം നിങ്ങൾക്ക് വരാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേഗം മനം തിരിയുവീൻ, വേഗം മാനസാന്തരപ്പെടുവീൻ. നിങ്ങൾ മനം തിരിഞ്ഞില്ലെങ്കിൽ വലിയ ശിക്ഷ നിങ്ങൾക്ക് വരും. അന്നത്തെ ഭരണകർത്താവ് സിദക്കിയ രാജാവും വചനം കേട്ടെങ്കിലും മാനസാന്തരപ്പെട്ടില്ല. അന്നത്തെ ഭരണകർത്താക്കളും മേലാളവർഗങ്ങളും വചനം കേട്ടെങ്കിലും മാനസാന്തരപ്പെട്ടില്ല. അവർ കരയാൻ തയ്യാറായില്ല. വചനം പറഞ്ഞ യിരെമ്യാവിനെ പീഡിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഈ വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞ യിരെമ്യാവിനെ അവർ കഠിനമായി ഉപദ്രവിച്ചു. ആഹാരം കൊടുക്കാതെ ഇട്ടു. യിരെമ്യാവിൻ്റെ പുസ്തകം വായിച്ചാൽ കാണാം. ആഹാരം കൊടുക്കാതെ പട്ടിണിയിട്ടു, കഠിനമായി ഉപദ്രവിച്ചു, അങ്ങ് വലിയ കിണറ്റിലേക്ക് തള്ളിയിട്ടു. എന്തെല്ലാം ഉപദ്രവങ്ങൾ! എന്തിന്? യിരെമ്യാവ് എഴുതിയ വചനങ്ങൾ രാജാവ് അവിടെ നെരിപ്പോടിൽ തീ ഉണ്ടാക്കിയ തീയിലേക്ക് ഓരോന്നോരോന്ന് വലിച്ച് കീറിയിട്ട് എല്ലാം കത്തിച്ചു കളഞ്ഞു. നാളുകളിലിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് കിട്ടിയതായ അരുളപ്പാടുകളെല്ലാം രാജാവ് കത്തിച്ചു കളഞ്ഞു. എന്നിട്ടും പിന്നെയും ദൈവം അരുളപ്പാടുകൾ കൊടുത്തു. യിരെമ്യാവ് വീണ്ടും അതെല്ലാം എഴുതി. പക്ഷേ ആദ്യം ആ നാട്ടിൽ രാജാവും രാജാവിൻ്റെ കൂടെയുള്ള ജനവും മുഴുവനും വചനം അനുസരിക്കാതെ, കിട്ടിയ വചനത്തിന് ചെവി കൊടുക്കാതെ, പാപങ്ങളെ ഓർത്ത് കരയുവാനോ അനുഭവിക്കുവാനോ മനസ്സില്ലാതെ അവർ നാശത്തിലേക്ക് പോകേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദാനിയേലോ അല്ലെങ്കിൽ ദാനിയേലിൻ്റെ കൂടെയുള്ള ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന മറ്റ് ബാലന്മാരോ ഇവരൊന്നും ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരുന്നവരല്ല. അവർ നിഷ്ഠയുള്ളവരാണ്. വലിയൊരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവർ നിരപരാധികളാണ്. പക്ഷേ അവരും അതിനെ അനുഭവിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? അവരുടെ പിതാക്കന്മാർ ദൈവവചനത്തെ ധിക്കരിച്ചതുകൊണ്ട്. പിതാക്കന്മാർ ദൈവവചനത്തെ ധിക്കരിച്ചതുകൊണ്ട് മക്കൾക്കും നാശം വന്നു. മക്കളും അപകടത്തിൽപ്പെട്ടു.
മറക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിതാക്കന്മാരുടെ കാലത്ത് വന്നതായ വലിയ ദോഷങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും വല്ല കൊലപാതകങ്ങളോ ഹീനമായ പ്രവൃത്തികളോ മ്ലേച്ഛമായ കാര്യങ്ങളോ വല്ല അടിപിടികളോ വലിയ വാഗ്വാദങ്ങളോ വലിയ വഴക്കുകളോ പിണക്കങ്ങളോ കലഹങ്ങളോ കവർച്ചകളോ സ്ത്രീപീഡനങ്ങളോ ബലാത്സംഗങ്ങളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാലശേഷമാകാം, അല്ലെങ്കിൽ അവരുടെ കാലത്ത് തന്നെയാകാം, മക്കൾ ദുരിതം അനുഭവിക്കും. മക്കൾ വാസ്തവത്തിൽ നല്ലവരായിട്ട് നിൽക്കുന്നവരായിരിക്കും, പക്ഷേ അവരും ദുരിതം അനുഭവിക്കാനിട വരും. ഓർക്കുക സഹോദരങ്ങളെ, നീതിക്ക് വിനയപ്പെടാതെ അനീതിക്ക് കൂട്ടുകൂടുന്നവരാണ് പിതാക്കന്മാരെങ്കിൽ, ആരെയെങ്കിലെല്ലാം ഉപദ്രവിക്കുകയോ കള്ളക്കേസിൽ കൊടുക്കുകയോ വഞ്ചിക്കുകയോ സ്വത്ത് അപഹരിക്കുകയോ ചെയ്തവരാണ് പിതാക്കന്മാരെങ്കിൽ, മക്കൾ പല പല കെടുതികൾ അനുഭവിക്കേണ്ടി വരും. പാവം മക്കൾ അവരറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന്. എന്തുകൊണ്ടാണ് ജനിച്ചപ്പോൾ തന്നെ ചില വൈകല്യങ്ങൾ വന്നത്, എന്തുകൊണ്ടാണ് ചില മാറാ രോഗങ്ങൾ വന്നത്, പാവം മക്കൾ അറിയുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, ഓർക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം പറയും, നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. വ്യക്തമാണ് ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ല. ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. പുറപ്പാട് 20-ന്റെ 5. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം നമ്മെ തന്നെ നോക്കണം, വരും തലമുറയെ നാം നോക്കണം. നമുക്ക് ശേഷമുള്ള നമ്മുടെ മക്കളും മക്കളുടെ മക്കളും വരും കാല തലമുറ, അവർക്ക് നാശം വരാതിരിക്കാൻ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ദൈവം നീതിമാനായ ദൈവമാണ്. പാവപ്പെട്ടവനെ ഉപദ്രവിക്കുകയോ നിസ്സഹായനായ വ്യക്തിയെ നിങ്ങൾ മർദ്ദിക്കുകയോ നിരപരാധിയെ ഉപദ്രവിക്കുകയോ വല്ല സാധു സ്ത്രീകളെയും പീഡിപ്പിക്കുകയോ ഏതെങ്കിലും ഹീനമായ മ്ലേച്ഛമായ കുൽസിതമായ കാര്യങ്ങളിൽ ഇടപെടുകയോ കൊടുംക്രൂര ചെയ്തികളിൽ മുഴുകുകയോ ചെയ്താൽ ഇതിനെല്ലാം ഒരു നാൾ കണക്ക് പറയേണ്ടി വരും. സംശയിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, പിതാക്കന്മാരുടെ കാലത്ത് അന്ന് യഹൂദജനം അവർ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചില്ല. തന്മൂലം അനേകർ അടിമത്തത്തിലേക്ക് പോയി. ഞാൻ വായിച്ചു, നെപ്പോളിയൻ ബോണപ്പാർട്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. വിശ്രുതനായ ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ. വളരെ ധീരനും ശക്തനുമായിരുന്നു, കരുത്തനായിരുന്നു നെപ്പോളിയൻ. അദ്ദേഹം ഒരിക്കൽ ഇത്ര വരെ പറഞ്ഞു, ഇമ്പോസിബിലിറ്റി ഈസ് ദ വേർഡ് ദറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രം കാണുന്നൊരു വാക്കാണ് അസാധ്യം എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞതാണ്. അസാധ്യം എന്നൊരു വാക്കില്ല. ഇമ്പോസിബിലിറ്റി ഈസ് ദ വേർഡ് ദറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. വിഡ്ഢികൾ മാത്രമേ അസാധ്യം എന്ന് പറയൂന്ന്. അത്ര മനക്കരുത്തുള്ളവനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരവസരത്തിൽ ഒരു യുദ്ധത്തിൽ തോറ്റു. ട്രഫാൾഗർ യുദ്ധം എന്ന് പറയും, ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാകും. ട്രഫാൾഗർ യുദ്ധത്തിൽ വെച്ച് തോറ്റു. അദ്ദേഹത്തെ ബ്രിട്ടീഷ് സൈന്യം എൽബ ദ്വീപിലേക്ക് നാടുകടത്തി. എൽബ ദ്വീപിലേക്ക്. പക്ഷേ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം ഈ എൽബ ദ്വീപിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കരുത്തുകൊണ്ടും മനഃശക്തി കൊണ്ടും നീന്തി ഫ്രാൻസിൽ തിരിച്ചെത്തി. സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള ദ്വീപിൽ നീന്തി ഇക്കരെ എത്തി. എന്തൊരു കഴിവ്! അദ്ദേഹം പിന്നെ പറഞ്ഞു, ഏബിൾ വാസായി ഏറൈസോ എൽബ. ഞാൻ എൽബ കാണുന്നവരെ ഞാൻ ശക്തനായിരുന്നെന്ന്. കുറച്ച് ക്ഷീണം വന്നു. ഏബിൾ വാസായി ഏർച്ച ബിഫോർ ഏറൈസോ എൽബ. പ്രിയപ്പെട്ടവരെ, അത് പറയാനല്ല, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞ് 1815 സുപ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധം നടന്നു. വാട്ടർലൂ യുദ്ധത്തിൽ ഈ നെപ്പോളിയനെ ബ്രിട്ടീഷ് സൈന്യം പിടികൂടി. സെൻറ്റ് ഹെലീന ദ്വീപിലേക്ക് നാടുകടത്തി. അത് കുറേ കൂടി ഏകാന്തതയുള്ള സമുദ്രത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ള ദ്വീപാണ്. നീന്തിയാൽ രക്ഷപ്പെടരുത്. പക്ഷേ ബ്രിട്ടീഷ് നാവിക
സേനാ നായകന്മാർ, ബ്രിട്ടീഷ് കമാൻഡേഴ്സ്, ബ്രിട്ടീഷ് ജനറൽസ്, അവർ കൂടി ആലോചിച്ചു, നമ്മളിവനെ വെറുതെ വിട്ടാൽ ഇവിടെ ഇന്ന് എന്തെങ്കിലും ചിലപ്പോൾ ഇനിയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, നമുക്ക് ഭീഷണിയായിരിക്കും, ഇവനെ തീർക്കാൻ എന്താ പോകാൻ വഴി? അവർ നെപ്പോളിയനിൽ ആർസനിക് എന്ന വിഷം കുത്തിവെച്ചു. ആർസനിക് കുത്തിവെച്ചു. മുഖശോഭ കുറഞ്ഞു, കരുത്ത് കുറഞ്ഞു, വീര്യം കുറഞ്ഞു, മനഃശക്തി കുറഞ്ഞു. അദ്ദേഹത്തെ അവസാന കാലത്ത് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, ഫ്രാൻസിനെ മാത്രമല്ല യൂറോപ്പിനെ കിടുകിട ഉറപ്പിച്ച നെപ്പോളിയനാണോ ഇത്? എന്തൊരു മാറ്റം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, എന്താണ് കാര്യമെന്നറിയാമോ? ഇത്രയും വലിയ ഭയാനകമായ മാറ്റം വരാൻ കാരണം എന്താണെന്നറിയാമോ? ചരിത്രത്തിൻ്റെ താളുകൾ നിങ്ങൾ പരതുമ്പോൾ കാണാം. ചരിത്രത്തിൻ്റെ താളുകൾ പരതുമ്പോൾ നിങ്ങൾക്ക് കാണാം. എന്താണെന്നോ? ഈ നെപ്പോളിയൻ അന്നത്തെ ആത്മീയ നേതൃത്വത്തെ ധിക്കരിച്ച മനുഷ്യനാണ്. ആത്മീയ നേതൃത്വത്തെ ധിക്കരിക്കുകയും ആത്മീയ നേതൃത്വത്തെ തുച്ഛീകരിക്കുകയും ആത്മീയ നേതൃത്വത്തിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ മഹത്വമുള്ള വേലയിൽ നിൽക്കുന്ന വളരെ ഉയർന്ന ആത്മീയ വീര്യവും ആത്മീയ കൃപയുമുള്ള ദൈവദാസനെ ക്ഷണിച്ച ഒരു മീറ്റിങ്ങിൽ ഇരുത്തിയിട്ട് നെപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും മോശമായി പെരുമാറി. ഞാൻ അദ്ദേഹത്തെക്കാളൊക്കെ ഉയർന്നവനാണെന്ന് കാണിക്കാൻ വേണ്ടി ഏറ്റവും മോശമായി പെരുമാറി. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിന് മാനം കൊടുത്താൽ നല്ലതാണ്, ദൈവത്തിൻ്റെ വചനത്തെ ആദരിച്ചാൽ നല്ലതാണ്, ദൈവത്തിൻ്റെ വചന ശുശ്രൂഷകളെ പ്രോത്സാഹിപ്പിച്ചാൽ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഈ ദാനിയേലിൻ്റെ പേരിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ദാനിയേൽ എന്നുള്ള പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നാണ്. ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപതി. ബാബിലോണിയൻ ചക്രവർത്തി എന്ത് ചെയ്തെന്നറിയാമോ? നെബൂഖദ്നേസർ രാജാവ് ഈ പേരങ്ങോട്ട് മാറ്റി, എന്നിട്ട് ബേൽത്ത്ശസ്സർ എന്ന് പേരാക്കി. ബേൽത്ത്ശസ്സർ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ്? ബേൽ, പ്രൊട്ടക്റ്റ് ഹിസ് ലൈഫ്. ബേൽ എന്ന് പറയുന്നത് ഈ ബാൽ തന്നെയാണ്, വിഗ്രഹമാണ്, ജാതീയ വിഗ്രഹമാണ്. ബേൽ അല്ലയോ ബേലെ, പ്രൊട്ടക്റ്റ് ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതം സംരക്ഷിച്ചു കൊള്ളണമേ. പേര് മാറ്റി, ദാനിയേലിൻ്റെ പേര് മാറ്റി. പക്ഷേ ദാനിയേലിൻ്റെ സ്വഭാവം മാറ്റാൻ കഴിഞ്ഞില്ല, പേര് മാറ്റി. അടുത്ത ദാനിയേലിൻ്റെ കൂട്ടുകാരൻ്റെ പേര് ശദ്രക്ക് എന്ന് പിന്നീട് ബാബിലോണിയക്കാരിട്ട പേരാണ്. ശരിയായ പേര് ഹനനിയ എന്നായിരുന്നു. ഹനനിയ, അതിൻ്റെ അർത്ഥം യഹോവ ഈസ് ഗ്രേഷ്യസ്, യഹോവയായ ദൈവം കൃപയാണെന്നാണ്. ഹനനിയ എന്നുള്ള പേര് മാറ്റിയിട്ട് ശദ്രക്ക് എന്ന് പേരിട്ടു ദ കമാൻഡ് ഓഫ് ദ മൂൺ ഗോഡ്, ചന്ദ്രൻ എന്ന ദൈവത്തിൻ്റെ കൽപ്പന. ദ കമാൻഡ് ഓഫ് ദ മൂൺ ഗോഡ്. മൂൺ ചന്ദ്രൻ, ചന്ദ്രൻ്റെ ദൈവമായി കൽപ്പിച്ച് ചന്ദ്രൻ്റെ കൽപ്പന അനുസരിക്കുന്നവൻ എന്നാക്കി. മേശക്ക് എന്നുള്ള പേര് ബാബിലോണിയക്കാരിട്ടതാണ്. അതിന് മുൻപുള്ള പേര് മീശായേൽ എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം ഹൂ ഈസ് ലൈക്ക് ഗോഡ്, ദൈവത്തിന് തുല്യമായിട്ട് ആരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അത് മേശക്ക് നിട്ടിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? ഹൂ ഈസ് ലൈക്ക് അക്കു. അക്കു എന്ന് പറയുന്നത്, ഈ മേശക്ക്, അക്കു എന്ന് പറയുന്നത് ഒരു ജാതീയ ദൈവമാണ്, ജാതീയ വിഗ്രഹമാണ്, പുറജാതി ദൈവമാണ്. അബേദ്നെഗോ എന്ന പേര് ബാബിലോണിയക്കാരിട്ടതാണ്. ശരിയായ പേര് അസറിയ എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം യഹോവ ഈസ് മൈ ഹെൽപ്പർ, ദൈവം എൻ്റെ സഹായി എന്നാണ്. ആ പേര് മാറ്റി അബേദ്നെഗോ എന്നിട്ടു ദ സെർവൻ്റ് ഓഫ് നെഗോ. നെഗോ ജാതീയ വിഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം ഊന്നി പറയാനാണ് ഇത്രയും പറഞ്ഞത്. പേര് മാറിയെന്ന് വരാം, വീട് മാറിയെന്ന് വരാം, സഹായികൾ മാറിയെന്ന് വരാം, പല ചുറ്റുപാടുകൾ മാറിയെന്ന് വരാം, താമസം മാറിയെന്ന് വരാം, ഹോസ്റ്റലിൽ പോയി താമസിക്കേണ്ടി വന്നു എന്ന് വരാം, അല്ല വിദേശത്ത് എവിടെയെങ്കിലും താമസിക്കേണ്ടി വന്നു എന്ന് വരാം. പക്ഷേ സ്വഭാവം മാറരുത്. ദൈവത്തിന് സ്തോത്രം. സ്വഭാവം മാറരുത്. യാതൊരു കാരണവശാലും എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഒരു കാരണവശാലും തെറ്റിലേക്ക് പോവില്ല എന്ന് ദാനിയേലും ദാനിയേലിൻ്റെ കൂട്ടുകാരായ 3 യുവാക്കന്മാർ തീരുമാനിച്ചു. എന്ത് വന്നാലും ശരി, എന്ത് നഷ്ടം വന്നാലും ശരി,
എന്ത് കഷ്ടം വന്നാലും ശരി, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. ഒരു പാപത്തിലേക്ക് ഞങ്ങൾ നീങ്ങില്ല. യാതൊരു കാരണവശാലും ഞാൻ ഒരശുദ്ധി ഭവിക്കാതെ എന്നെ തന്നെ കാക്കും. യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപുരുഷനാകണമെങ്കിൽ ഇങ്ങനെ വലിയൊരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. ഏത് സാഹചര്യത്തിൽ ചെന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ മറക്കുകയില്ല. കൂട്ടായ്മയില്ലാത്തയിടത്ത് ഞാൻ ചെന്ന് പാർക്കേണ്ടി വന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ മറക്കുകയില്ല. കൂട്ടായ്മയിൽ വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും എൻ്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. യാതൊരു കാരണവശാലും രഹസ്യങ്ങൾ കാണും ദൈവം ദുഃഖിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് വരട്ടെ. നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും, പണമിടപാടുകളിലും, ദൈനംദിന ജീവിത വ്യാപാരങ്ങളിലും, പകലും രാവും, ഊണിലും ഉറക്കത്തിലും, നടപ്പിലും കിടപ്പിലും എല്ലാം ദൈവം ദുഃഖിക്കുന്നൊന്നും വരരുത് എന്നുള്ള നിർബന്ധത്തോടെ നിങ്ങൾ പോകൂ. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപുരുഷനായി മാറും. നിങ്ങൾ ദൈവത്തിൻ്റെ ബലവരായി മാറും. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറും. നമുക്കൊന്ന് സമർപ്പിക്കരുതോ? നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കരുതോ? പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, വിശുദ്ധന്മാർ പോയ പാതയിൽ കൂടി പോകുക ഞങ്ങൾക്ക് അവിടുന്ന് അഭ്യസനം തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധിയുടെ പാദം കർത്താവെ ഞങ്ങൾക്ക് പിന്തുടരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നല്ലൊരു മാതൃക കാണിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാൽച്ചുവട് പിന്തുടരുവാൻ നല്ല മാതൃക വെച്ചു പോയ കർത്താവായ യേശുവേ, അവിടുത്തെ കാൽച്ചുവടുകളിൽ കൂടി വിശുദ്ധന്മാർ പോയ അതേ പാതയിൽ കൂടി ഞങ്ങളും യേശുവിനെ പിൻപറ്റുവാൻ ഞങ്ങളുടെ ആയി സമർപ്പിക്കുന്നതിനായി ആഹ്വാനം ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.